കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിയെയും രൂക്ഷമായി വിമർശിക്കുകയാണ് അഖില ഭാരത് ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റായ സ്വാമി ഭദ്രാനന്ദ. നേരത്തെ തോക്ക് സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ഹിമവൽ ഭദ്രാനന്ദ സ്വാമി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സനാതന ധർമ്മത്തെ വിറ്റ് കാശാക്കി ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്ന BJPക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടമെന്നും നിലമ്പൂരിൽ ഹിന്ദു മഹാസഭ കിട്ടുന്ന ഓരോ വോട്ടും കപട BJPക്കാരുടെ മുഖത്ത് കിട്ടുന്ന അടിയായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. നിലമ്പൂർ സ്വദേശിയായ രതീഷ് എന്നയാളാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയാകുന്നത്. അദ്ദേഹം ഒരു സ്വയം സേവകനാണെന്നാണ് സ്വാമി ഭദ്രാനന്ദ അവകാശപ്പെടുന്നത്. നിലമ്പൂരിൽ മത്സരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? ഇവിടെയുള്ളവർ അടിമകളും പട്ടികളുമാണോ എന്ന് സ്വാമി ഭദ്രാനന്ദ ചോദിക്കുന്നു. ജനസംഖ്യയിലെ നേതാക്കൾ ഇവിടെ നിന്നാണ് ഉണ്ടായത്. ഇവിടുത്തെ പോരാളികളാണ് BJPയെ ഈ നിലയിലേക്ക് വളർത്തിക്കൊണ്ടു വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് കച്ചവടം എന്ന പതിവ് പല്ലവി ഉയർത്താൻ ഇടത് വലത് മുന്നണികൾക്ക് ഒരു അവസരം നൽകുകയാണ് സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന തീരുമാനത്തിലൂടെ BJP ചെയ്യുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയം നേടിയത് കൊണ്ടല്ല ഈ നാട്ടിൽ BJP ഇത്രയധികം ഇലക്ഷനുകളിൽ മത്സരിച്ചത്. പടിപടിയായി BJP എന്ന പാർട്ടി വളർന്നതിന് പിന്നിൽ ഹിന്ദുക്കളുടെ പങ്കും ചെറുതല്ല. ഹിന്ദുവിന്റെ വോട്ട് വെച്ച് കച്ചവടം ചെയ്യാൻ ഇനി ആരെയും യഥാർത്ഥ ഹിന്ദുക്കൾ അനുവദിക്കില്ലെന്നും സ്വാമി പറഞ്ഞു. ഹിന്ദു മഹാസഭയെ ഈർക്കിൽ പാർട്ടി എന്ന് വിളിച്ച സുരേഷ് ഗോപിയെയും കടുത്ത ഭാഷയിൽ തന്നെ സ്വാമി ഭദ്രാനന്ദ വിമർശിച്ചു. സുരേഷ് ഗോപിക്ക് പാർട്ടി എന്താണെന്നും രാഷ്ട്രീയം എന്താണെന്നും അറിയില്ല. മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറാനും മസിൽ പിടിച്ച് നടക്കാനും അല്ലാതെ വേറൊന്നും അയാൾക്ക് അറിയില്ല. ഇതൊന്നുമല്ല ഇന്ത്യൻ രാഷ്ട്രീയമെന്ന് സുരേഷ് ഗോപി ഇനിയെങ്കിലും മനസ്സിലാക്കണം. കുറച്ച് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെയായി എന്തെങ്കിലും എഴുതി വാങ്ങി അത് പാർലമെന്റിൽ സംസാരിച്ചാൽ അത് പൊളിറ്റിക്സ് ആകില്ല. സുരേഷ് ഗോപിയെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് താനിപ്പോൾ കൂടുതലായൊന്നും പറയുന്നില്ല എന്നും സ്വാമി ഭദ്രാനന്ദ പറഞ്ഞു. തീർച്ചയായും സ്വാമി ഭദ്രാനന്ദ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പറഞ്ഞത് 100% ശരി തന്നെയാണ്. കേന്ദ്രമന്ത്രിയായിട്ടും പൊതുവേദിയിൽ എങ്ങനെ പെരുമാറണമെന്ന് അദ്ദേഹം പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭരചന്ദ്രൻ IPSഉം അഡ്വക്കേറ്റ് ലാൽകൃഷ്ണ വിരാടിയാറും അതിന് സമ്മതിക്കുന്നില്ല. ഒരു നല്ല മന്ത്രിയായി ഓഫീസിൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MP എന്ന നിലയിൽ ആളുകൾക്ക് മുന്നിൽ സൗമ്യനായും ശാന്തനായും പെരുമാറാനും സുരേഷ് ഗോപിക്ക് കഴിയണം. ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുന്ന ധിക്കാരിയല്ല ജനത്തിന് വേണ്ടത്. രഞ്ജി പണിക്കരുടെ തിരക്കഥകളിൽ നിന്ന് മോചനം നേടിയ സുരേഷ് ഗോപി എന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മന്ത്രിയാണ് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടത്.